സമകാലികം. നഗരത്തിൽ തൃപ്പൂണിത്തുറ, പേട്ട, വൈറ്റില, കലൂർ, പാലാരിവട്ടം, ഇടപ്പള്ളി, കളമശ്ശേരി, കാക്കനാട് തുടങ്ങിയ ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്ന ഒന്നാണ് പൊതു ഇടങ്ങളിലെ പുകവലി. നിയമം മൂലം നിരോധിച്ചിട്ടും എന്തുകൊണ്ട് ഇതിനെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുന്നില്ല? നമുക്ക് ചോദിക്കാം. വല്ലപ്പോഴും രാത്രി സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് മടങ്ങണ സമയത്ത് MG റോട്ടിൽ കുറെ തട്ടുകടകളുണ്ടല്ലോ, അതില് കുറെ ആൺപിള്ളേരും പെൺപിള്ളേരും ആഹാരമൊക്കെ കഴിച്ച് ഈ പുറത്തു നിന്ന് ഇങ്ങനെ സ്മോക്ക് ഉണ്ടാവും. അത് കാണുമ്പോ ഒരു വല്ലാത്തൊരു സങ്കടമാണ്. എറണാകുളത്ത് താമസിക്കുന്ന അനുരാധ ഹരീഷ്. പിന്നെ ഈയിടെ ഞാൻ ചോറ്റാനിക്കര പോവാൻ വേണ്ടിയിട്ട് വൈറ്റ്ല ജംഗ്ഷനിലെത്തി. അപ്പോ ഞാൻ കണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, രാത്രി എന്തോ കുറെ പേര് അവിടെ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ സിഗരറ്റ് ബക്സ് എന്ന് വെച്ചാല് സിഗരറ്റ് തുണ്ട് അവര് താഴിട്ടിട്ടുണ്ട്. ഈ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ചെറിയ ചെറിയ പിള്ളേരുണ്ടല്ലോ, ഇതൊക്കെ വായില് വെച്ചിട്ട് സ്മോക്ക് ചെയ്യണ മാതിരി കാണിക്കുക. അപ്പോ നമ്മള് സക്സസ്ഫുൾ ആയിട്ട് അടുത്ത ജനറേഷൻ ഓഫ് സ്മോക്കേഴ്സിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. പാതയോരങ്ങളിൽ മാത്രമല്ല പുകവലി ശല്യം. ഈ പബ്ലിക് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം ഈ തട്ടുകടയിലാണെന്ന്. അങ്ങനെ മാത്രമല്ല കേട്ടോ, ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, ആ റെസ്റ്റോറൻറ്റ്സിൽ ദേ ഹാവ് എ സെപ്പറേറ്റ് ഏരിയ സ്മോക്കിംഗ് റൂം എന്ന് പറഞ്ഞിട്ട്. അത് റെസ്റ്റോറന്റിന്റെ സൈഡിലായിട്ട് ഗ്ലാസ് ഡോർ വെച്ചിട്ട് അടച്ച ഒരു മുറിയാണ്. ആ മുറിയിൽ നിന്ന് കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും സ്മോക്ക് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവര് സ്മോക്ക് ചെയ്തിട്ട് തിരിച്ച് റെസ്റ്റോറന്റിലോട്ട് അകത്തോട്ട് വരില്ലേ, ആ സമയത്ത് ആ കതവ് തുറക്കുമ്പോ ഉണ്ടല്ലോ ഒരു പുകമണ്ഡലം തന്നെയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ഒരു കോൺസെൻട്രേറ്റഡ് സിഗരറ്റ് സ്മോക്ക് നമ്മൾ ഇൻഹേൽ ചെയ്തിട്ട് നമുക്ക് എങ്ങാനും ക്യാൻസർ വരുമോ എന്ന്. ഈ പുകവലിയുടെ ആഡ് പറയണത് പുകവലിക്കുന്ന ആൾക്കാരിന്റെ ലങ്സ് സ്പോഞ്ച് പോലെ ആകുന്നതാണ്. ബട്ട് സ്മോക്കിംഗ് അവരെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്. പാസീവ് സ്മോക്കിംഗ് എന്ന് വെച്ചാല് പുകവലിക്കാത്ത ആൾക്കാർ, നോൺ സ്മോക്കേഴ്സിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഫാമിലി. പിന്നെ പബ്ലിക്കിൽ സ്മോക്ക് ചെയ്യുമ്പോൾ അവരെ ഒരു കാരണവശാലും അറിയാത്ത ആൾക്കാരനെ പോലും ഇത് ബാധിക്കുന്നു. അത് കാരണമാണ് ഗവൺമെന്റ് പബ്ലിക് സ്മോക്കിംഗ് വേണ്ട എന്ന് പറഞ്ഞ് ലോ കൊണ്ടുവന്നത്. പബ്ലിക് സ്മോക്കിംഗ് ഇസ് ബാൻഡ്. പിന്നെ എനിക്ക് പറയാനുള്ളത് അതോറിറ്റീസിന്റെ അടുത്താണ്. ഈ പബ്ലിക് സ്മോക്കിംഗ് ബാൻ എന്ന് പറഞ്ഞൊരു ലോ കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ. ഈ ഒരു ലോനെ നിങ്ങൾ നടപടിയിൽ കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണ്ടേ? കുറച്ചുകൂടി നിങ്ങൾ സ്ട്രിക്റ്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പബ്ലിക് സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തായാലും വരും തലമുറ ഷുവറായിട്ടും പഠിക്കണം, ഈ സ്മോക്കിംഗ് ഇസ് റിയലി ഇഞ്ചൂറിയസ് ടു ദെയർ ഹെൽത്ത് എന്ന്. എന്നിട്ട് ഇതൊരു സ്മോക്ക് ഫ്രീ കൺട്രി ആവണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ.